ഇത് കാണുമ്പോണ്ടല്ല നമ്മളെ നാട്ടിലല്ലേ ഫെസ്റ്റും എക്സിബിഷനും പോലെയൊക്കെ ഇല്ലേ, ഇവിടത്തേക്ക് പോയവരുണ്ടല്ലോ എനിക്ക് അതേ ഫീലാണ് കിട്ടീനി. പക്ഷെ നമ്മളെ നാട്ടിൽ അത്ര പോരാട്ടോ, നാട്ടിൽ നല്ലോണം ആൾക്കാരും കുറേ ആയിട്ടില്ലേ. ഇതെൻ്റെ ഒരു വെറും കാഭാഗയില്ല കേട്ടോ, നമ്മളെ നാട്ടിലത്തെ പോലത്തെ ഫെസ്റ്റ് ഇവിടെയുണ്ട്. ഈ ഫുഡ് കോർട്ടൊക്കെ കുറേ ഒന്നുമില്ല, 1, 2, 3 ഉണ്ടായിട്ടു. വീട്ടിൽ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ തോണിയും അങ്ങനത്തെ എല്ലാം ഉണ്ടായിട്ടാ. ഇതങ്ങനെ അധികം ഏടി കാണല്ല, എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. അതും പ്രത്യേകിച്ച് നമ്മൾ അല്ലയിലാട്ടാ ഇതില്ലത്. എന്തേന്നറിയില്ല, ആൾക്കാർ ഭയങ്കരമായിട്ട് കുറവ്. ഇത് ചിലപ്പോൾ ഇത് സ്ഥിരം ഇല്ലതായിരിക്കും, അതെനിക്കറിയില്ല. ഇല്ലെങ്കിൽ തന്നെ തോന്നുന്നു, എനിക്ക് സ്ഥിരം ഇല്ലതുപോലെ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പോയ ടൈമിൻ്റെ ആയിരിക്കും. ഇതിൻ്റെ മുമ്പ് തന്നെ ഇല്ലേ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടില്ലേ, അത് ഇതിൻ്റെ തൊട്ട് മുമ്പിലാണ്. ചിലപ്പം എല്ലാവരും അടുത്തേക്ക് പോയോണ്ടായിരിക്കും ഇവിടെ ആരും കാണാത്തത്. അത് ഇന്ന് ലാസ്റ്റാണ് ഉണ്ടായത് ഞാൻ പോയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്തതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലത്തെയാണ് കേട്ടോ. അടുത്ത ഫുഡ് കോർട്ടും ഗോപി മഞ്ചൂരി ഇങ്ങനത്തെ പാനിപ്പൂരി അതും പിന്നെ കുറേ ആൾക്കാരും. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് നാട്ടിലുണ്ട് കേട്ടോ റൈഡ്സും കാര്യങ്ങളൊക്കെ. ഇത് വളരെ കുറവാണെന്നുണ്ടായിരുന്നു. നാട്ടിൽ മറ്റേ മാളിലൊക്കെ കാണുന്നില്ലേ, കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഇത്ര മിനിറ്റേക്ക് ഇത്ര തൊട്ട് അങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കുറേ വണ്ടിയെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട്, ചില്ലറൊന്നുമല്ല. പക്ഷെ വലിയ സൗകര്യമൊന്നുമില്ല, ആകെ കുറച്ച് സ്പേസ് വരുന്നല്ലോ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ തോണി, പിന്നെ ഇത് ഒരുപാടുണ്ട്. കാറ്റ് കുറച്ചതിന് പറയില്ല, പേരെനിക്കറിയില്ല. അത് ഒരുപാടുണ്ടായിന്, കുറേ 4 5 ഉണ്ട് തോന്നുന്നു. ഇതൊന്നും നമുക്ക് അടുക്കാൻ കഴിയില്ല കേട്ടോ, അത്രക്കും പൈസ ഉണ്ടത് ഇതിനെല്ലാം. ഇപ്പം അറബി പിള്ളേർക്ക് ഓക്കെ, നമ്മൾക്കൊന്നും ആവൂല, അത്രപ്പാട് പൈസ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പോയ ടൈം തന്നെ ആയിരിക്കും കേട്ടോ, അല്ലാതെ അവരിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇടുമോ. അത് മറ്റടുത്ത് ഫെസ്റ്റ് തീരുന്നതുകൊണ്ട്, ഫ്ലവർ ഫെസ്റ്റ് തീരുന്നതുകൊണ്ടായിരിക്കും ആരും ഇങ്ങോട്ടേക്ക് വരാനി. ഇവിടെ എന്തൊക്കെയോ സേഫ്റ്റി ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിനി, എന്തും ഞാൻ വായിക്കാൻ തോന്നിട്ടോ, ടൈം ഉണ്ടായിട്ടില്ല നമുക്ക്. എനിക്കിവിടെ പോയിട്ട് നമ്മളെ നാട്ടിൽ പോയ ഫീലൊന്നും കിട്ടിയിട്ടായിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ട്. ഒന്ന് ആൾക്കാർ കുറവ്, ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തൊന്നും അടുപ്പിക്കാൻ കഴിയില്ല. ഡബിളിൽ പൈസ കേട്ടോ, എല്ലാത്തിനും ഏടിയും കേൾക്കാത്ത പൈസയൊക്കെ കേട്ടോ അവിടെ ഉണ്ടായിനി. അവിടെ മാറുന്നൊന്നും വാങ്ങിയിട്ടും ഇല്ല. നമ്മ നാട്ടിലൊക്കെ ഈ ഫുഡ് കോർട്ട് ഇങ്ങനത്തെ എക്സിബിഷൻ എടുക്കും, ഈ കോളിഫ്ലവർ മറ്റേ പാനിപൂരി അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഏടെ നോക്കിയാലും പൊട്ടറ്റോ റിങ്സില്ലേ, അതില്ലാത്ത സ്ഥലമില്ല. ഏടെ എന്ത് പരിപാടിയിലായിക്കോട്ട് ഫസ്റ്റ് അതാട്ടാ ഇല്ലത്. പിന്നെ ഐസ്ക്രീം ഉണ്ട്, മക്ഡോണൽസിലൊക്കെ 2 രൂപയ്ക്ക് നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും. ഇത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത ടൈപ്പാണ്. ഇതിനൊക്കെ 10 ദിർഹംസൊക്കെയാണ് പറയുന്നത്, പൊട്ടറ്റോ റിങ്സിന് 15. അങ്ങനെ എല്ലാത്തിനും ഡബിളൊക്കെയാണ് എടുക്കുന്ന റേറ്റ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഈ സ്ട്രോബെറി മാഷ്മെല്ലോ, ഇതൊക്കെ ചോക്ലേറ്റിൽ തരുന്നതും അതൊക്കെയാണ്. പിന്നെ ബോബ ടീ ഉണ്ടായിനി, പിന്നെ ബബിൾ ഡ്രിങ്ക്സ് ഉണ്ടായിനി. അതെനിക്ക് അത്ര ഓവറായിട്ട് തോന്നിയിട്ട്, അല്ലെങ്കിൽ തന്നെ 10, 12 ഉണ്ടായി. ഇത് ഒരു 15, 20 ആ റേഞ്ചിലേ ഉണ്ടായിട്ടു. പിന്നെ വാങ്ങിച്ചിട്ടത്. പിന്നെ ഇവിടെ അധികം സലാലയും ഉമ്മാലിലൊക്കെ കാണുന്ന പോലെ അധികം ചോളം ചുട്ടെടുത്തേട്ടാ. ഇങ്ങനെ ചോളം ചുട്ടെടുത്തതിന് ഭയങ്കര ടേസ്റ്റാണ്. വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടാ. ശരിക്കും ഇവരില്ലേ അറബികളോട് വാങ്ങുന്ന അതേ റേറ്റായിട്ടാണ് നമ്മളോടും പറയുന്നത്. ചിലയിടത്ത് അങ്ങനെയല്ല, അറബിയൊക്കെ വേറെ റേറ്റും നമ്മൾ മലയാളീസ് ഇന്ത്യക്കാർ അങ്ങനത്തെവർക്കൊക്കെ ഇല്ലേ കുറച്ച് റേറ്റൊക്കെ കുറച്ചിട്ടുണ്ടാകലുണ്ട്. ഇത് അതേ റേറ്റാട്ടോ, സെയിം റേറ്റാന്ന് പറയുന്നുണ്ടായത്. അങ്ങനെ ആടുന്ന് ഒന്നും വാങ്ങാതെയും ഒന്നും കളിക്കാണ്ടും ഒക്കെ വെറുതെ നോക്കിയിട്ട് ഇറങ്ങിയിട്ടാ. അതിൻ്റെ പുറത്തില്ലേ ഇതുപോലത്തെ 2, 3 ഫുഡ് ട്രക്സൊക്കെ ഉണ്ടായിട്ടാ. ഒന്നല്ല അരീഷ് ഹോട്ടലിൻ്റെ ഫുഡ് ട്രക്കായിട്ട് ഉണ്ടായത്. നമ്മൾ അടുത്തല്ലേ തന്നെ അവിടെ നല്ല ഷവർമയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് ഷവർമ കിട്ടി. അവരെന്നെ ബ്രാഞ്ചാട്ടാ ഇത്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ പൊട്ടാറ്റോ, കോട്ടൺ ക്യാൻഡി, പോപ്കോണ്, മറ്റേ ആ ജ്യൂസൊക്കെ ഉണ്ടായത്.
2-3 ഇതുപോലത്തെ ഫുഡ് ട്രക്കൊക്കെ കൂട്ടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് രാത്രി ഒന്നും കൂടുതൽ ആൾക്കാർ വഴിക്ക് തുറക്കില്ല. അപ്പോൾ ഇല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലുമായിട്ട് കമൻറ്റ് ഇട്ടാലും മതി.